ഫസ്റ്റ് ഡേ കൂലിക്ക് ടിക്കറ്റ് കിട്ടാതിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ, വെയിറ്റ്, ബുക്ക് ചെയ്യാൻ വരട്ടെ. ചിലപ്പോൾ ഒരു ആവേശത്തിന് നിങ്ങൾ ചിലപ്പോൾ ഈ തിയേറ്ററുകളൊക്കെ കയറി ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് റഷ് ബുക്കിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ കിട്ടുന്ന ഒരു തിയേറ്ററിൽ അങ്ങ് പോയി കാണാം എന്നുള്ളൊരു മനോഭാവത്തിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നിൽക്കുക കേട്ടോ. നമുക്ക് ഒന്ന് നോക്കാം ഏത് തിയേറ്ററിൽ പോയിട്ട് കൂലി കാണണം എന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. കാര്യം ലൊക്കേഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിഷ്വൽ ആക്ഷൻ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അനുഭവിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ ഏത് തിയേറ്ററിൽ പോയിട്ട് കൂലി കാണണം എന്നുള്ള ക്വസ്റ്റ്യൻ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഏറ്റവും വലിയ സ്ക്രീനുള്ള തിയേറ്റർ തന്നെ പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ഇപ്പോൾ 2K ആണെങ്കിലും 4K ആണെങ്കിലും പീക്ക് എക്സ്പീരിയൻസ് തരുന്ന ഏത് തിയേറ്റർ ആണോ അവിടെ പോയിട്ട് കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ജില്ല തിരിച്ചു തന്നെ നോക്കാം. ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ തിയേറ്ററുകളിൽ പോയിട്ട് നമുക്ക് കൂലി മികച്ച എക്സ്പീരിയൻസിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയുടെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അവിടെ ഒരുപാട് വലിയ വലിയ സ്ക്രീനുകളുള്ള തിയേറ്ററുകളുണ്ട്. ഉദാഹരണം നോക്കുവാണെങ്കിൽ നമ്മുടെ അജന്ത തിയേറ്റർ ഉണ്ട്, ഗംഗാ തിയേറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ SKM ഉണ്ട്, ശ്രീ കാളിദാസ് മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം തിയേറ്ററുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് പ്രിഫറൻസിനാണ്. അതായത് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന തിയേറ്ററുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സെക്കൻഡ് ലിസ്റ്റിൽ ചിലപ്പോൾ മറ്റ് തിയേറ്ററുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ സ്പെഷ്യൽ സ്ക്രീൻ ഫോർമാറ്റുകൾ, PLF സ്ക്രീൻ, ഇങ്ങനെ സാധനങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ സാധാരണ സിനിമാസ്കോപ്പ് സ്ക്രീൻ ഉണ്ടല്ലോ, അത്തരം തിയേറ്ററുകൾ മാത്രമാണ് ഇപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ട്രിവാൻഡ്രത്തെ കാര്യം പറയുമ്പോൾ യെസ് ഓഫ് കോഴ്സ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തിയേറ്റർ ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. യെസ്, നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സ് തന്നെയാണ്. അവിടുത്തെ OD 1E കിട്ടുവാണെന്നുണ്ടെങ്കിൽ പരമാവധി അവിടെ തന്നെ കാണാൻ ശ്രമിക്കുക. അവിടെ ടിക്കറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ ആൾക്കാരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടാമത്തെ തിയേറ്റർ നോക്കുവാണെങ്കിൽ നമ്മുടെ ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്റർ ഒരു നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈരളി ശ്രീ നിള തിയേറ്റർ, ഗവൺമെന്റ് തിയേറ്റർ ആണ് ഏറ്റവും മികച്ചൊരു എക്സ്പീരിയൻസ് തരുന്ന ട്രിവാൻഡ്രത്തെ ഒരു തിയേറ്ററും കൂടാണ് കേട്ടോ. പിന്നെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലുലു മാളിനകത്ത് PVR. ചില സ്ക്രീനിലൊക്കെ 2K ആണെങ്കിൽ 2K ലേസറാണ് കേട്ടോ. പക്ഷേ നന്നായിട്ട് തന്നെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു തിയേറ്ററാണ്. പക്ഷേ നമുക്ക് ആ ഒരു വൈബ് അങ്ങോട്ട് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ PVR പോലത്തെ മൾട്ടിപ്ലക്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ കാണുന്ന ആ ഒരു വൈബ് അത്രത്തോളം കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽ ക്വാളിറ്റിയും സൗണ്ടിൻ്റെ ക്വാളിറ്റിയും അത്ര ഗംഭീരമായിട്ട് തന്നെ അനുഭവിച്ചിരണമെന്നുണ്ടെങ്കിൽ ഈ തിയേറ്ററുകളൊക്കെ പരിഗണിക്കാം. പിന്നെ ഞാൻ ആദ്യം കുറേ തിയേറ്ററുകളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതൊന്നും മികച്ച തിയേറ്റർ അല്ല എന്നുള്ള അഭിപ്രായമല്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പോകുന്നത് ഈ തിയേറ്ററുകളിലേക്കൊക്കെ ആണ്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് SKM ഒഴിവാക്കി എന്നുള്ള കാര്യം അവിടെയും 4K ലേസറാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ, അതായത് സ്ക്രീനിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിലും ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിലും ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ലാത്തൊരു തിയേറ്ററാണ്. പിന്നെ എന്തുകൊണ്ട് ആ ഒരു തിയേറ്റർ ഒഴിവാക്കി എന്നുള്ള ചോദ്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇപ്പം നമ്മുടെ SKMനെ പറ്റിയിട്ട് അത്ര ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും, പഴയ പോലുള്ള അഭിപ്രായങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. ഒരുപാട് കംപ്ലയിൻസുകൾ ഇങ്ങനെ റേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു തിയേറ്ററിനെ അങ്ങോട്ട് പുഷ് ചെയ്ത് വിടുന്നത് അത് ശരിയല്ലല്ലോ, അല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമല്ലോ, അതാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ഏത് തിയേറ്റർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ ഒരു SKM ആയിരുന്നു. പക്ഷെ അവർ കാര്യമായിട്ട് അതിനകത്ത് അങ്ങോട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ അതേ സ്ഥാനം അവർക്ക് വീണ്ടും തിരിച്ചു കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരു ഗംഭീര തിയേറ്റർ തന്നെ ആയിരുന്നു ഈ ഒരു SKM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് പിന്നെ അറിയാലോ, നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ള നമ്മുടെ രേവതി സിനിമാക്സ് തന്നെയാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റ് ജില്ലകളിലുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ തിയേറ്ററുകളൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാം കേട്ടോ. കാര്യം നിങ്ങൾക്ക് ആ ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസിൽ തന്നെ ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ്. അതിനകത്തുള്ള തിയേറ്ററിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഏരീസ് ഫ്ലെക്സും അതുപോലെ തന്നെ രേവതി സിനിമാക്സും. പിന്നെ കൊല്ലത്ത് പരിഗണിക്കാവുന്ന വേറൊരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ JVE സിനിമാസ് നല്ലിലെയാണ്. ഇപ്പം നല്ല പോലെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു തിയേറ്ററാണ് കേട്ടോ. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വേറെ ലെവൽ തന്നെയാണ്. സ്ക്രീൻ സൈസ് ഓക്കെ എന്ന് പറയാം, എങ്കിലും നല്ലൊരു തിയേറ്ററാണ്. ഇനി മൂന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങ് പത്തനാപുരത്തേക്ക് പോകണം. നമ്മുടെ സീമ സിനിപ്ലക്സ്. ഈ അടുത്താണ് അവിടെ DTS X അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ സീമ സിനിപ്ലക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി സിനിമ കണ്ട സമയത്ത് നല്ല വലിയ ഒരു സ്ക്രീനാണ്, നല്ല ഗംഭീര സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. സീറ്റിംഗ് കപ്പാസിറ്റി ഒരുപാട് അങ്ങോട്ട് ഇല്ല എങ്കിൽ പോലും വളരെ ഒരു രസമായിട്ടിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ ആയിരുന്നു. പക്ഷെ അന്ന് നമ്മൾ കണ്ട സമയത്ത്, അത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സമയത്ത് സൗണ്ടിന്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ DTS Xലേക്ക് ആ ഒരു തിയേറ്റർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെ നമുക്ക് സീമ സിനിപ്ലക്സിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന കൊല്ലത്തെ തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേരെ പുല്ലൂരിട്ട് വിടുക എന്നുള്ളതാണ്. പുല്ലൂർ നമ്മുടെ തായലക്ഷ്മിയൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ ഗംഭീരമായിട്ട് കാണാം. പിന്നെ തായലക്ഷ്മിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഒരുപാട് തമിഴ് ആൾക്കാരും ഒന്ന് സിനിമ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വൈബ് പിടിച്ച് നിങ്ങൾക്ക്
കാണാൻ പറ്റും. പിന്നെ വൃത്തിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ കൊല്ലത്ത് നിന്നും നേരെ പോകുന്നത് പത്തനംതിട്ടയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു തിയേറ്ററേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ആശീർവാദ് സിനിപ്ലക്സ് കടപ്ര. അപ്പോൾ അവിടെ ഗംഭീരമായിട്ടുള്ള സൗണ്ടും അതുപോലെ തന്നെ വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പത്തനംതിട്ടയിൽ നിന്ന് നേരെ ആലപ്പുഴയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 3 തിയേറ്റർ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ AEC സിനിമാസ് പുതിയ ഒരു തിയേറ്ററാണ്, ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോൾ അധികം സമയം ആയിട്ടില്ല. പഴയ തിയേറ്റർ റെനോവേറ്റ് ചെയ്ത് പുതിയ രൂപത്തിലേക്ക് വന്ന ഒരു തിയേറ്ററാണ്. ഗംഭീര എക്സ്പീരിയൻസ് തന്നെ നമുക്ക് അവിടെ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൂറനാട് സ്വാതി സ്ക്രീൻസ് 7.1 ആണെങ്കിൽ പോലും ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതാണ് ഈ സ്വാതി സ്ക്രീൻസ് ഒക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 7.1 ആണെങ്കിലും 2K ആണെങ്കിലും 4K നമ്മുടെ ലാംപ് പ്രൊജക്ടർ ആണെങ്കിലും ഒക്കെ ആ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് അതിന്റെ പീക്ക് എക്സ്പീരിയൻസ് തരുന്ന തിയേറ്ററുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പരിഗണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഹരിപ്പാടുള്ള എംലാലും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു തിയേറ്റർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടും. ഇനി നമ്മൾ നേരെ കോട്ടയം ജില്ലയിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് നമ്മുടെ പാലാ പുത്തേട്ട് സിനിമാസ് തന്നെയാണ്. 4K ലേസർ പ്രൊജക്ഷൻ, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ്, ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ കിട്ടും. പക്ഷേ ചെറിയ തിയേറ്റർ സ്ക്രീനാണ്, അതായത് സീറ്റിന്റെ എണ്ണമാണെങ്കിലും സ്ക്രീനിന്റെ സൈസ് ഓക്കെ ഒരു ഡീസന്റ് സൈസ് ഉണ്ട്. പക്ഷേ സീറ്റിന്റെ എണ്ണമൊക്കെ ഒരു താരതമ്യേന നമുക്ക് വലിയ തിയേറ്ററോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും മികച്ച എക്സ്പീരിയൻസ് ആണ് ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ രണ്ടാമത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് തുറന്ന വെൽവെറ്റ് സിനിമാസ്. അപ്പോൾ അത് അവിടെയും 4K ലേസറും അതുപോലെ ഡോൾബി അറ്റ്മോസും ഒക്കെയാണ്. പുതിയ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ നല്ല വൈബ് ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിലാഷൊക്കെ ഉണ്ട്. ഇപ്പോൾ അഭിലാഷ് റെനോവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന കുറേ അധികം കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്ത് മാത്രമാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് അകത്തെ ശബ്ദ സംവിധാനവും അതുപോലെ തന്നെ പ്രൊജക്ടർ സംവിധാനവും കാര്യമായിട്ട് അങ്ങോട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി പരക്കെ പായുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വരും. പക്ഷേ കോട്ടയത്തെ വൈബ് തിയേറ്റർ ആണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ പേര് വരുന്നത് നമ്മുടെ അഭിലാഷ് തന്നെയാണ് കേട്ടോ. ആ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവുക. പിന്നെ ഇവിടെ നമ്മൾ കൂടുതൽ നോക്കുന്നത് ക്വാളിറ്റിയാണ് കേട്ടോ. ഇനി കോട്ടയത്ത് നിന്ന് നേരെ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടുള്ള തിയേറ്ററുകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. സജസ്റ്റ് ചെയ്യാനും പാകത്തിലുള്ള തിയേറ്ററുകളൊന്നും ഇല്ല, സോറി. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇടുക്കിയിലുള്ള ആൾക്കാർ മികച്ച തിയേറ്റർ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്ത് ഒന്നാമത്തെ തിയേറ്റർ, അതായത് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിൽ വരുന്നത് നമ്മുടെ വനിതാ സിനിപ്ലെക്സ് തന്നെയാണ്. വനിതാ സിനിപ്ലെക്സ്. അപ്പോൾ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ DTSും ഡോൾബി അറ്റ്മോസും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു തിയേറ്ററാണ്. ഈ അടുത്തായിട്ട് ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ എറണാകുളം ജില്ലക്കാരുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമാക്കാരുടെ ഫസ്റ്റ് പ്രിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വനിതാ സിനിപ്ലെക്സ് തന്നെ ആയിരിക്കും. പിന്നെ രണ്ടാമത് നമുക്ക് പരിഗണിക്കാം, മൂന്നാമത് നമുക്ക് പരിഗണിക്കാവുന്ന തിയേറ്ററിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത് തുറന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫോറം മാളിലെ PVR, അതുപോലെ തന്നെ നമ്മുടെ ലുലു മാളിലെ PVR, ഈ 2 തിയേറ്ററുകളിലെയും വലിയ സ്ക്രീൻ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. PVR ആയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കൊരു മികച്ച എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും അതുപോലെ തന്നെ കൊച്ചിയിലാണെങ്കിലും ഒക്കെ സ്പെഷ്യൽ സ്ക്രീൻ ഫോർമാറ്റുകൾ PLF സ്ക്രീനുകളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, അത് നമ്മൾ തൽക്കാലം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സിനിമാ സ്കോപ്പ് സ്ക്രീൻ മാത്രമാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഇനി നമുക്ക് എറണാകുളം ജില്ലയിൽ പരിഗണിക്കാവുന്ന ഒരു തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ K സിനിമാസ് ഒരു അണ്ടർറേറ്റഡ് തിയേറ്ററായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു തിയേറ്ററാണ് കേട്ടോ. ഒരു പക്ഷേ ടൗണിൽ നിന്നും കുറേ അങ്ങ് മാറി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് അത്രയും അങ്ങോട്ടൊരു ഇമ്പോർട്ടൻസ് കിട്ടാത്തത്. ഓക്കെ, എന്തായാലും ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ആ ഒരു തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഗംഭീര എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു തിയേറ്റർ തന്നെയാണ്. അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് ആ ഒരു തിയേറ്റർ പരിഗണിക്കാവുന്ന കാര്യമാണ് കേട്ടോ. ഇനി എറണാകുളം ജില്ലയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നു തൃശ്ശൂർ ജില്ലയിലേക്ക്. തൃശ്ശൂർ ജില്ലയുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് തിയേറ്റർ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറയുന്ന ലിസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ തിയേറ്റർ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃശ്ശൂർ തന്നെ ആയിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ വൈബ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ കൂലി സിനിമയുടെ ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ്, അത് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു വൈബ് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്റർ തന്നെയാണ്. ടിക്കറ്റ് റേറ്റും കുറവാണ്, പക്ഷേ ടിക്കറ്റ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. അറിയാമല്ലോ, മണിക്കൂറുകൾക്കുള്ളിലാണ് എല്ലാം ഹൗസ്ഫുൾ ആയി പോയത്. ഫസ്റ്റ് ദിവസം നിങ്ങൾ നോക്കിയേ വേണ്ട, ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമെന്ന് പറയാം കേട്ടോ. പിന്നെ അടുത്ത് പരിഗണിക്കാവുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞത് ഈ അടുത്ത് നമുക്ക് റെനോവേഷൻ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത നമ്മുടെ കാർത്തിക ഫൺ മൂവീസ് എന്ന് പറഞ്ഞ തിയേറ്റർ. അവിടെയും നല്ല അത്യാവശ്യം വലിയ ഒരു സ്ക്രീനാണ് ഇരിക്കുന്നത്. സൗണ്ടും വിഷ്വലും ഒക്കെ ഗംഭീരമായിട്ട് നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് പരിഗണിക്കാവുന്നത് നമ്മുടെ VB സിനിമാസ് തൃപ്രയാർ, അതും ഗംഭീര ഒരു തിയേറ്റർ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാലക്കുടി സുരഭി തിയേറ്റർ നമുക്ക് പരിഗണിക്കാം. അവിടെയും നല്ല വലിയ ഒരു, അതായത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീൻ ഇരിക്കുന്ന ഒരു തിയേറ്ററാണ് ചാലക്കുടി സുരഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയും നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഊരകത്തുള്ള ശിവദം സിനിമാസ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ പരിഗണിക്കാവുന്ന ഒരു തിയേറ്റർ കൂടാണ് കേട്ടോ. പിന്നെ നമ്മുടെ രാഗത്തിന് തൊട്ടടുത്തുള്ള ജോസ് തിയേറ്റർ ഉണ്ട്. ജോസ് തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ
അറിയാലോ മറ്റേ സീറ്റൊക്കെ അവർ വെട്ടി കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ജോസിൽ ഏതാണ്ട് ഹൗസ്ഫുൾ അവസ്ഥയാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ജോസും പരിഗണിക്കാം. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? പാലക്കാട്. പാലക്കാട് നോക്കുവാണെങ്കിൽ എനിക്ക് സജസ്റ്റ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നമ്മുടെ ലാഡർ സിനിമാസ് ഒറ്റപ്പാലത്ത്. ഗംഭീര ഒരു തിയേറ്ററാണ്. അത് പുതിയ തിയേറ്ററാണ്, അറിയാലോ. അപ്പം ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വലിപ്പവും സീറ്റുകളുടെ എണ്ണവും സ്ക്രീനിൻ്റെ വലിപ്പവും സൗണ്ടും അതുപോലെ തന്നെ പ്രൊജക്ഷനും ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ തന്നെയാണ് ലാഡർ സിനിമാസ്. ഇനി നമ്മൾ മലപ്പുറം ജില്ലയിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും നമ്മുടെ ചങ്ങരംകുളം മാസ് തിയേറ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ 4K ഡോൾബി അറ്റ്മോസ് ഉള്ളത് നമ്മുടെ ലീന തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഈ തിയേറ്ററുകളൊക്കെ നിങ്ങൾക്ക് പോയിട്ട് സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന തിയേറ്ററിലാണ്. ഇനി അങ്ങോട്ടുള്ള ലിസ്റ്റിൽ കോഴിക്കോട് ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മികച്ച തിയേറ്ററുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ ഈ ഒരു തൃശ്ശൂർ, അതായത് തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെ നമുക്ക് ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരുപാട് തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഈ എന്താ പറയുക, നമ്മുടെ ഈ ഒരു നോർത്ത് കേരള സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഓക്കെ, നമുക്ക് നേരെ കോഴിക്കോട് പോകാം. കോഴിക്കോട് യെസ് ഓഫ് കോഴ്സ് നമുക്കറിയാം, ഈ അടുത്ത് തുറന്നിട്ടുള്ള നമ്മുടെ പലാക്സി സിനിമാസ്. അവിടുത്തെ സ്ക്രീൻ 8 അത്യാവശ്യം നമുക്ക് എന്താ പറയുക നല്ല സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഗംഭീര എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ക്രീനാണ്. അപ്പോൾ പലാക്സി സിനിമാസ് പരിഗണിക്കാം. പിന്നെ ഈ അടുത്ത് റെനോവേഷൻ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ അപ്സര തിയേറ്റർ, നമ്മുടെ രാഗത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല വൈബ് പിടിച്ച് കാണാൻ പറ്റിയ ഒരു തിയേറ്റർ തന്നെയാണ്. നല്ലപോലെ മുഴക്കമൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു തിയേറ്ററാണ് കേട്ടോ. കോഴിക്കോട് നമ്മുടെ ഗവൺമെന്റ് തിയേറ്റർ നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. കൈരളി ശ്രീ തിയേറ്റർ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു തിയേറ്ററാണ്. കാര്യം വലിയ സ്ക്രീനും വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു ഗംഭീര തിയേറ്റർ തന്നെയാണ്. ഇനി നേരെ വയനാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ DTS തിയേറ്റർ ജൈത്ര സിനിമാസ് ആണ് അവിടെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ നേരെ കണ്ണൂർ നോക്കുകയാണെങ്കിൽ 2 തിയേറ്ററാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒന്നാമത്തെ തിയേറ്റർ നമ്മുടെ ലിബർട്ടി സിനിമാസ് പരിഗണിക്കാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സവിത ഫിലിം സിറ്റി. ഈ 2 തിയേറ്ററുകളിൽ നിങ്ങൾക്ക് പോയിട്ട് സിനിമ കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് 14ാമത്തെ ജില്ല കാസർഗോഡ് നോക്കുകയാണെങ്കിൽ മൂവി മാക്സ് തിയേറ്റർ ആണ് ഇതിനകത്ത് പരിഗണിക്കാവുന്ന ഒരു തിയേറ്റർ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നോർത്ത് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും മികച്ച തിയേറ്ററുകൾ ഇങ്ങനെ പിക്ക് ചെയ്തത്. ഒന്നാമത്തെ കാര്യം തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്. പിന്നെ നല്ല തിയേറ്ററുകൾ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടുന്നതിൽ പോയി കാണുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ നോർത്ത് സൈഡിലേക്ക് വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എതിരഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് തിയേറ്ററുകളുടെ പേരൊക്കെ പറഞ്ഞല്ലോ. മറ്റ് തിയേറ്ററുകൾ മോശമാണെന്നല്ല പറയുന്നത്, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കുന്ന തിയേറ്ററുകളാണ് കേട്ടോ. അത് ഇപ്പോൾ സ്ക്രീനിൻ്റെ ഒരു വലുപ്പത്തിലാണെങ്കിലും അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ ഇത് മികച്ച് നിൽക്കുന്ന തിയേറ്ററുകളാണ്. അപ്പോൾ കൂലി നമുക്ക് ഈ തിയേറ്ററുകൾ പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം എന്തായാലും നിങ്ങൾക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങോട്ട് എഴുതിക്കോ, അങ്ങോട്ട് നിരത്തി പിടിച്ച് എഴുതിക്കോ.